നമസ്കാരം. EVM-നെ കുറിച്ച് പരാതി വരാതിരിക്കാൻ മധ്യപ്രദേശിലെ ദാദിയയിലും അതോടൊപ്പം തന്നെ ബീഹാറിലെ ബംഗിപ്പൂരിലും BJP മനഃപൂർവ്വം തോറ്റുകൊടുത്തു എന്നാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവിന്റെ ഒരു പ്രസ്താവന. ഈ ഒരു പ്രസ്താവന കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ UP ഇലക്ഷനിന് ഏകദേശം 6 മാസം കൂടിയുള്ളൂ. 6 മാസങ്ങൾക്ക് അപ്പുറമാണ് ഈ UP ഇലക്ഷൻ, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഖിലേഷ് യാദവ് എന്ന് പറയുന്ന മഹാൻ. ഈ മഹാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾ ഒരു മുൻകൂർ ജാമ്യമാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ഇയാൾക്കറിയാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ മികച്ചൊരു വിജയമായിരിക്കും വരാൻ പോകുന്നത്. BJP-യെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് BJP MLA-മാരെ കണ്ടെത്താൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും 2027 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്നത്. ഒരു സംശയമില്ല. അപ്പോ ഇയാൾ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ 2 മണ്ഡലങ്ങളിൽ BJP മനഃപൂർവ്വം പരാജയം സമ്മതിച്ചു കൊടുത്തു. EVM-നെ പറ്റി പരാതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ EVM കൊണ്ടാണ് BJP ജയിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം അതൊന്ന് മറച്ചു വെക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി BJP ചെയ്തതാണെന്നാണ് പുള്ളിയുടെ ആരോപണം. ഇതാണ് കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായിട്ടും ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയം സമാജ്വാദി പാർട്ടിയെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. കാരണം UP-യിലെ ഗ്രൗണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണല്ലോ ഈ അഖിലേഷ് യാദവ്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിധി എന്താണെന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്, ഒരു സംശയമില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഉത്തർപ്രദേശിൽ BJP അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്? അല്ലെങ്കിൽ 300-ന് മുകളിൽ 404 സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഈ 404 സീറ്റുകളിൽ BJP 300-ന് മുകളിൽ സീറ്റുകളിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകാൻ പോകുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിയിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ തന്നെയാണ്. അതിലൊരു സംശയമില്ല. 4 മണി കഴിഞ്ഞാൽ UP-യിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലോ തെരുവോരങ്ങളിലേക്കോ ഒരു പെൺകുട്ടിക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നതല്ല, നമ്മൾക്ക് എല്ലാവർക്കും രാജ്യത്തെ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സാമൂഹിക പ്രവർത്തകരും തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു. അത്രത്തോളം ഗുണ്ടകൾ നിറഞ്ഞ ഒരു സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ്. ഏകദേശം 24 കോടിക്ക് അടുത്ത്, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ജനസംഖ്യയുള്ള, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ്. അപ്പൊ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് അവിടെ ക്രമസമാധാന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ഒരു ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വലിയ സംഭവമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. 17,000-ഓളം ഏറ്റുമുട്ടലുകളാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഈ ഗുണ്ടകളുമായിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 200-നും 300-നും ഇടയിൽ ഏകദേശം 290-ഓളം ഗുണ്ടകളാണ് കൊല ചെയ്യപ്പെട്ടത്. ഇവർ 100 കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 10 കൊലക്കേസ്, 20 കൊലക്കേസ്, 30 കൊലക്കേസ്, അല്ലെങ്കിൽ നിരവധി പീഡന കേസുകൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് പല എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ, കവർച്ചാ കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത്, അങ്ങനെ നിരവധി കേസുകളിൽ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ആളുകളുമായിട്ടായിരുന്നു പോലീസിന്റെ ഏറ്റുമുട്ടൽ. ഈ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിരവധി ഗ്യാങ്ങുകൾ അവർ ഉണ്ടാക്കി, ഗ്രാമാന്തരങ്ങളിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബെൽറ്റുകൾ, ഇത് പൂർണ്ണമായിട്ടും യോഗി ആദിത്യനാഥിനെ തകർത്ത് കളയാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയായിരുന്നു, ഗുണ്ടകൾ സ്വയമേ കീഴടങ്ങുക, അല്ലെങ്കിൽ അക്രമം അവസാനിപ്പിക്കുക, നിയമ നടപടികൾക്ക് വിധേയമാവുക, അല്ലാത്ത പക്ഷം അക്രമങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മുഖം ഞാൻ മണ്ണിൽ മുട്ടിക്കും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവസാനം ഈ വെടിവെച്ച് എൻകൗണ്ടറിലൂടെ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഉത്തർപ്രദേശിന്റെ മണ്ണിൽ സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഏതെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവനെ മാത്രമല്ല അവന്റെ കുടുംബം പോലും വഴിയാധാരമാകുന്ന തരത്തിലേക്കായിരിക്കും നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ. വീടുകൾ തകർക്കുക, ബുൾഡോസർ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും തകർത്തെറിയുക, അതോടൊപ്പം തന്നെ അനധികൃതമായിട്ട് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നടന്നിട്ടുള്ള പല തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുവഴി
മദ്രസകളടക്കം കെട്ടിപ്പോക്കുന്ന മതമൂലികവാദികളുടെ അനധികൃത മദ്രസകളടക്കം കെട്ടിപ്പോക്കുന്ന ഇതുപോലെയുള്ള നിലപാടുകൾ എടുക്കുന്ന കൊടും വർഗീയ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ മതപരമായിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ പൂർണ്ണമായിട്ടും കൂച്ചുവിലങ്ങിടാനായിട്ട് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ സാധിച്ചു. കലാപങ്ങൾ, സംഘർഷങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ, മതപരമായിട്ടുള്ള കലാപങ്ങൾ, ഇതൊക്കെ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നിരവധിയായിരുന്നു നടന്നിരുന്നത്. അതിനൊക്കെ ഒരു പൂർണ്ണമായിട്ടും ഒരു അന്ത്യം വന്നിരിക്കുന്നു. കാരണം യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമാക്കി അത് സജ്ജമാക്കുക, അതിൽ ഒരു നെഗറ്റീവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യു പിയിലെ ജനങ്ങൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വലിയ രീതിയിൽ സ്വീകാര്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ യു പിയിൽ യോഗി മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റൊരു കാര്യം, സ്ത്രീ ജനങ്ങളുടെ ഒരു മനസ്സ്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കൊപ്പമാണ് എന്നുള്ളത് 2014 മുതൽക്കേയുള്ള രാജ്യത്ത് നടന്ന പല വിവിധ ഘട്ടങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJP-യെ പലപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ സ്ത്രീ ജനങ്ങളാണെന്നുള്ളത് തർക്കമില്ല. നമ്മൾ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് BJP-ക്ക് ഒരു MP ഉണ്ടായ സമയത്ത് സുരേഷ് ഗോപി അടിസ്ഥാനപരമായിട്ട് വിജയിക്കാനുള്ള മുഖ്യ കാരണം സ്ത്രീ ജനങ്ങൾ സംഘടിതമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് തന്നെയാണ്. സ്ത്രീകളാണ് തൃശ്ശൂരിൽ പോലും BJP-ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത്. ഇത് തന്നെയാണ് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലും ഉള്ളത്. അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വോട്ടുകൾ അത് സ്ത്രീകളുടെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നിരുന്ന സ്ത്രീ ജനങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ജനങ്ങൾ, അത് പൂർണ്ണമായിട്ടും 2014 നരേന്ദ്രമോദിയിലൂടെ BJP-ക്ക് വലിയ രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സമാധാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ യോഗി ആദിത്യനാഥ് അതിനൊരു മുഖ്യമായിട്ടുള്ള നിലപാട് കൂടി എടുത്ത സമയത്ത് യു പിയിലെ സ്ത്രീ ജനങ്ങളുടെ വോട്ട് കൂടി വലിയ രീതിയിൽ യോഗി ആദിത്യനാഥിന് ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇത്രയെല്ലാം വിഷയങ്ങൾ ഗ്രൗണ്ട് തലത്തിൽ നടക്കുന്നത് എങ്ങനെയാണ്, ഇതിനെങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ യു പിയിലെ മുഖ്യ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ആള് MP കൂടിയാണ്. പക്ഷെ ഈ അഖിലേഷ് യാദവ് അവിടെ മുഖ്യ പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങേരെ സംബന്ധിച്ച് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് കൃത്യമായിട്ട് അറിയാം. അതിന്റെ പേരിലാണ് ഇതുപോലെയുള്ള വാദപ്രതിവാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ദാദിയ മധ്യപ്രദേശ് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സീറ്റാണ്. അവിടെ കോൺഗ്രസ് സ്വാഭാവികമായിട്ട് ആ സീറ്റ് നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ ബീഹാറിൽ BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബീന്റെ ഒരു മണ്ഡലം, അല്ല അദ്ദേഹം 50,000-നും 60,000-ത്തിനൊക്കെ ജയിച്ച മണ്ഡലത്തിൽ BJP 19,500 വോട്ടിന് അവിടെ പരാജയപ്പെട്ടുന്നേ. ശരിയാണ്, BJP ഇത് സമ്മതിക്കുന്നു. BJP-യെ സംബന്ധിച്ച് തിരിച്ചു വരാൻ അവർക്ക് സംഘടനാ സംവിധാനമുണ്ട്, തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നിക്കാനുള്ള പ്രവർത്തകരുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് BJP-ക്ക് മുന്നോട്ട് വരാൻ സാധിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതും ഈ മധ്യപ്രദേശിലെ ഇലക്ഷൻ റിസൾട്ടും എല്ലാം കൂട്ടി നോക്കിക്കൊണ്ട് പറയാണ് ഇത് EVM-നെ പറ്റി പരാതി പറയാതിരിക്കാൻ വേണ്ടി BJP മനഃപൂർവ്വം തോറ്റുകൊടുത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ്, കൃത്യമാണ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ BJP-ക്ക് ഒരു ചരിത്രപരമായിട്ടുള്ള വിജയം ഉണ്ടാവുന്നത് തർക്കമില്ല. വന്ദേ മാതരം.